കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്കായി 400 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മൂന്നാമത്തേത് കുടുംബശ്രീ ADSകൾക്കുള്ള 2025 നവംബർ 1 തീയതി മുതൽ പ്രതിമാസം 1000 രൂപ പ്രവർത്തന ഗ്രാന്തായി നൽകാനുള്ള തീരുമാനമായിരുന്നു. 19,470 ADSകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങി. സർ, തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും കരുതലാവുന്ന ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും അവരുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴല്ലേ കഴിയൂ. മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. സർ, ഇക്കാര്യം ക്ഷേമ പെൻഷനുകളുടെ ചരിത്രം എടുത്താൽ പകൽ പോലെ വ്യക്തമാകും. ആരാണ് അവ തുടങ്ങിയത്, ആരാണ് അവ ഘട്ടം ഘട്ടമായി ഉയർത്തിയത് എന്നൊക്കെ ഈ നാടിനറിയാം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമ ബോർഡ് പെൻഷനുകൾ, സർക്കാർ സർവകലാശാല പെൻഷനുകൾ എന്നിവ നിലവിലെ 1,600 രൂപയിൽ നിന്നും പ്രതിമാസ നിരക്കിൽ നിന്നും പ്രതിമാസം 2,000 രൂപയായി വർദ്ധിപ്പിക്കാമെന്ന് പ്രസ്താവിച്ചിരുന്നു. 2025 നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. സർ, 2026-27 വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി രൂപ വകയിരുത്തുന്നു. സർ, അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സാക്ഷരതാ പ്രേരകന്മാർ, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരും തുടങ്ങി ഹോണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. ഉയർന്ന നിരക്കിലുള്ള ഓണറേറിയം നൽകി തുടങ്ങി. ഇവരുടെ ഓണറേറിയത്തിലും വേതനത്തിലും കാലോചിതമായ വർധന വരുത്തേണ്ടതുണ്ട്. സർ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകളിൽ പണിയെടുക്കുന്നവർക്ക് കേന്ദ്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഓണറേറിയമാണ് ഇപ്പോഴും നൽകുന്നത്. ആനുകൂല്യങ്ങൾ ഇതിനിടയിൽ പലതവണ കൂട്ടി നൽകിയ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യുകയും കേന്ദ്രത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി. കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലും ഡൽഹിയിലും സമരം നടത്തുന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണം. അതെന്തായാലും സ്കീം വർക്കേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇടതുപക്ഷം എക്കാലവും തുടരുക. സർ, അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രീ പ്രൈമറി അധ്യാപകർ, സർ, പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ DAയുടെയും പെൻഷൻകാരുടെയും ക്ഷാമാശ്വാസത്തിന്റെയും നിരക്കുകൾ ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിരുന്നു. DA, DR കുടിശ്ശികൾ അനുവദിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി എന്ന കാര്യം നിഷേധിക്കുന്നില്ല. അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. ധനകാര്യത്തിലെ പുരോഗതി. സർ, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അതിന്റെ പാരമ്യത്തിലെത്തിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കും, ട്രഷറി അടച്ചിടും, ശമ്പളം മുടങ്ങും എന്ന പരിഹാസ പ്രവചനങ്ങൾ ഉണ്ടായത്. അത്തരം അപകടം ഒന്നും സംഭവിക്കാത്തത് കണ്ടിട്ടാണ് വികസനക്ഷേമ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും അമിതമായി കടം വാങ്ങിയുമാണ് കേരളം പിടിച്ചു നിന്നത് എന്ന ആരോപണം വരുന്നത്. പക്ഷേ ഇപ്പോൾ 2 വാദങ്ങളും ആരും ഉന്നയിക്കുന്നില്ല. കേന്ദ്ര സർക്കാരുമായും മറ്റ് സംസ്ഥാനങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ കടം ദുർവഹമല്ല എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. കേരളം കടം കയറി നശിച്ചു എന്ന പ്രചരണം വെളിവുള്ള ആരും ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല. എന്നിരുന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. സർ, ആദ്യം കേരളം എങ്ങനെ പിടിച്ചു എന്നത് വ്യക്തമാക്കാം. അതൊരു പരമരഹസ്യമാണ് സർ. ഇടതുപക്ഷ സർക്കാരിനെ ധനപരമായി ഒതുക്കാനുള്ള ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തുടക്കത്തിലെ കണക്ക് കൂട്ടിയിരുന്നു. സർ, നമ്മളൊക്കെ അരിയാഹാരമല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ആ അപകടം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു. സർക്കാരിന്റെ ചെലവുകൾ ക്രമീകരിച്ചും തനത് വരുമാനം വർദ്ധിപ്പിച്ചും പ്രതിരോധ കോട്ട കെട്ടുകയാണ് ഞങ്ങൾ ചെയ്തത്. സർ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ സഭയെ അറിയിക്കട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഏകദേശം 1,27,747 കോടി രൂപയുടെ അധിക വരുമാനമാണ് തനത് നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ഇത് മൊത്തം തനത് നികുതി വരുമാനത്തിന്റെ കണക്കല്ല. തനത് നികുതി വരുമാനത്തിന്റെ 1,27,747 കോടി രൂപ അധികമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞു. സർ, 2025-26 ധനവർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ഇത് ഇനിയും ഉയരും. മുൻ സർക്കാരിന്റെ കാലത്തെ 2016-17 മുതൽ 2021 വരെ ശരാശരി പ്രതിവർഷ തനത് നികുതി വരുമാനം 47,453 കോടിയായിരുന്നു. ഈ സർക്കാരിന്റെ ശരാശരി പ്രതിവർഷ വരുമാനം 73,002 കോടി രൂപയാണ്. 2025-26 വർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ശരാശരി തനത് നികുതി വരുമാനം ഇനിയും ഉയരും. ഈ ബജറ്റിൽ 2025-26 തനത് നികുതി വരുമാനമായി റിപ്പോർട്ട് ചെയ്യുന്നത് 83,731 കോടി രൂപയാണ്. സർ, സംസ്ഥാന സർക്കാരിന്റെ തനത് നികുതി വരുമാനത്തിലും അഭിമാനകരമായ വളർച്ച, നികുതിയേതര വരുമാനത്തിലും അഭിമാനകരമായ വളർച്ച